പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മലപ്പുറം വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണനിർവഹണവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറെക്കാല സ്വപ്നമായിരുന്നല്ലോ ഒരു വിദ്യാഭ്യാസ സമുച്ചയം. 2022-2023 വർഷത്തെ സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടറുടെ കെട്ടിട സമുച്ചയത്തിന് നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം മികച്ച രീതിയിൽ നടത്തപ്പെട്ടു എന്ന് ആശംസിക്കുന്നു. കായിക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഉയർന്ന ഗുണനിലവാരവും അടിസ്ഥാന സൗകര്യവും കേരളം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിലും കേരളം മുന്നിലാണെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായും സാമൂഹികപരമായും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഇന്ന് സാമൂഹികപരമായി ഉയർന്ന് ചിന്തിക്കുന്നവരാണ്. വിദ്യാഭ്യാസത്തെ നമ്മുടെ പൊതുജീവിതത്തിലെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ തന്നെ കാണുന്നത്. ആ ഒരു മാറ്റം എന്നുള്ളത് ആണ് ഇന്ന് രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സംവിധാനമുള്ള അല്ലെങ്കിൽ ഉയർന്ന ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറാൻ കാരണം. മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപം DD ഓഫീസ് നിലനിന്നിരുന്ന കോട്ടപ്പടിയിലെ സ്ഥലത്താണ് വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നത്. PWD ആർക്കിടെക്ട് വിഭാഗം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 3 നില കെട്ടിടമാണ് വിദ്യാഭ്യാസ സമുച്ചയത്തിന് രൂപകൽപ്പന ചെയ്തത്. നടുമുറ്റവും വർക്കിംഗ് ഏരിയയും ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട കെട്ടിടത്തിന് 11 കോടി രൂപയാണ് അടങ്കൽ നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി 1 നില കെട്ടിടത്തിന് 5 കോടി വിദ്യാഭ്യാസ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓഫീസ് മുറികളും മിനി കോൺഫറൻസ് ഹാളും ടോയ്ലറ്റ് ബ്ലോക്കും ഉൾപ്പെടുന്ന താഴത്തെ നിലയുടെ പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുക. GLP സ്കൂളിന് അഭിമുഖമായി നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം 3 നിലയിൽ ഉയരുന്നതോടെ വിദ്യാഭ്യാസ വകുപ്പിലെ കീഴിലെ പൊതുവിദ്യാഭ്യാസം, സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സമഗ്ര ശിക്ഷ കേരള, വിദ്യാകിരണം മിഷൻ, കൈറ്റ് എന്നിവയെല്ലാം ഒരുമിച്ചാവും. MLA-മാരായ P. ഉബൈദുള്ള, P. നന്ദകുമാർ, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട് തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. CCN മലപ്പുറം.